വെൽക്കം ടു ഹാഷ് ജംഗ്ഷൻ. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാങ്ക് അക്കൗണ്ട്സിനെ കുറിച്ചാണ്. നമ്മൾ സേവിങ്സ് അക്കൗണ്ട് എങ്ങനെയാണ് ആക്ച്വലി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സേവിങ്സ് അക്കൗണ്ടും ഫിക്സഡ് ഡിപ്പോസിറ്റും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു, പിന്നെ കറണ്ട് അക്കൗണ്ട്സിനെ കുറിച്ച് പറഞ്ഞു, കറണ്ട് അക്കൗണ്ട്സിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. ഇങ്ങനെ വളരെ ബാങ്കിങ്ങിനെ കുറിച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റോ ഒക്കെ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സേവിങ്സ് അക്കൗണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. പക്ഷേ നിങ്ങളൊരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് വേണ്ടത്, നിങ്ങൾ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ആക്ച്വലി ഡോക്യുമെൻറ്റ്സ് കിട്ടാൻ പോകുന്നത്, ഏതൊക്കെ കിട്ടും, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ബാങ്ക് അക്കൗണ്ട് കിട്ടിയതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, അതുമൊക്കെയാണ് ഇപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സേവിങ്സ് അക്കൗണ്ട് എങ്ങനെ നിങ്ങൾക്ക് തുടങ്ങാം എന്ന് പറയുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും, ഇമീഡിയറ്റ്ലി അത് കാണാനും സാധിക്കും. അപ്പോൾ എങ്ങനെ നിങ്ങൾക്കൊരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാം? ഓക്കെ, സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി തുടങ്ങാൻ വേണ്ടി പറ്റും. ഓൺലൈനിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് മിക്ക ബാങ്ക്സിനും മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് സേവിങ്സ് അക്കൗണ്ട് ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേതെന്ന് വെച്ചാൽ ഒരു കൺവീനിയൻസ് ഉണ്ട്. അതായത് നിങ്ങൾ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ മൊബൈൽ ആപ്പോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് വഴിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു കൺവീനിയൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും അല്ല, നിങ്ങൾക്ക് എന്താ പറയുക, ഒരു നിങ്ങളുടെ വീടിനടുത്തൊരു ഫിസിക്കൽ ബ്രാഞ്ച് ഉണ്ട് ഏതെങ്കിലും അടുത്ത്. അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോംസ് തരും. ആപ്ലിക്കേഷൻ ഫോംസ് എന്നിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയും. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറയും. അപ്പം നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കാര്യങ്ങളൊക്കെ കഴിയും. അതാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ അവലംബിക്കാം. പക്ഷേ ഇപ്പം ഞാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് ആദ്യം ഒന്ന് ജസ്റ്റ് പറയാം. പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സിനും എന്തൊക്കെ കാര്യങ്ങളാണോ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ വേണ്ടത്, അതായത് ID കാർഡ് വേണം. ബേസിക്കലി എല്ലാവരും ID കാർഡ് ചോദിക്കാറുണ്ട് എല്ലാ ബാങ്ക്സും തന്നെ. അപ്പോൾ ID കാർഡായിട്ട് മിക്കവാറും ചോദിക്കുന്ന ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ID അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി, പാസ്പോർട്ടിൻ്റെ കോപ്പി, ഇങ്ങനത്തെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കും. പാൻ കാർഡിൻ്റെ കോപ്പിയൊക്കെ ചോദിക്കും. പിന്നെ നിങ്ങളുടെ ഏജ് പ്രൂഫായിട്ട് എന്തെങ്കിലും സംഭവം ചോദിക്കും, നിങ്ങൾ അഡ്രസ് പ്രൂഫ് ചോദിക്കും. പക്ഷേ ആധാർ കാർഡ് ആകുമ്പോഴത്തേക്കും അത് വളരെ റിലയബിൾ ആണ്. കാരണം ഇത് എല്ലാം തന്നെ, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ അഡ്രസ്സും ഒക്കെ തന്നെ ആധാർ കാർഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസിയസ്റ്റ് എന്ന് വെച്ചാൽ ആധാർ കാർഡ് കാണിച്ചിട്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വളരെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ല, നിങ്ങൾക്ക് ആധാർ കാർഡിൽ അഡ്രസ് പ്രൂഫും നിങ്ങൾ താമസിക്കുന്ന അഡ്രസ് പ്രൂഫും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു അഡ്രസ് പ്രൂഫ്, ഇപ്പോൾ കറണ്ട് അഡ്രസ്സിന് പ്രൂഫായിട്ട് എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സും കൂടെ കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി പറ്റും. അതല്ല, നിങ്ങൾക്ക് ആധാർ കാർഡ് കാണിച്ചിട്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്ക് ചോദിക്കാൻ പോകുന്ന ഒരു ഡോക്യുമെൻറ്റ് പാൻ കാർഡ് ആയിരിക്കും. പിന്നെ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ്, നേരത്തെ പറഞ്ഞ അതേ സംഭവങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അഡ്രസ് പ്രൂഫ്, ID പ്രൂഫ് എന്ന് പറയുമ്പോൾ പാൻ കാർഡ് ഒബ്വിയസ്ലി ഒരു ID പ്രൂഫാണ്. പിന്നെ അതുകൂടാതെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് വ്യത്യാസമുണ്ട്, ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ID പ്രൂഫ് വ്യത്യാസം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ID പ്രൂഫ് കൊടുക്കണം. പിന്നെ പാൻ കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നത് Form 60 ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പാൻ കാർഡ് നിർബന്ധമാണ്, എല്ലാ ബാങ്ക് അക്കൗണ്ടിലും പാൻ കാർഡ് നിർബന്ധമായതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം പാൻ കാർഡ് ഒരു നെസസറി ഡോക്യുമെൻറ്റ്സ് ആയതുകൊണ്ട് Form 60 ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെയാണെങ്കിൽ ഈ സംഭവം കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ആധാർ കാർഡ് ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങളൊരു ആധാർ കാർഡ് അപ്ലൈ ചെയ്യുക. ആധാർ കാർഡ് വെച്ചിട്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ പ്രോസസ്സ് വളരെ ഈസി ആവും. പിന്നെ ഞാൻ മുമ്പ് KYC ഡോക്യുമെൻസിനെ കുറിച്ച്, എന്താണ് ബേസിക്കലി KYC എന്നും എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് വൈ KYC ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ട് നിങ്ങളെ എല്ലാ സംഭവങ്ങളിലും KYC ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ KYC ബാങ്കിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ KYC റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ KYC റിക്വയർമെൻറ്റിൽ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൊന്നാണ് നിങ്ങളുടെ ID പ്രൂഫും അഡ്രസ് പ്രൂഫും ഒക്കെ. അപ്പോൾ KYC റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളൊരു
സപ്പോസ് നിങ്ങൾ ചിലപ്പോൾ കാണാറുണ്ട്, നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ചില ബാങ്ക്സ് പറയുന്നത് നിങ്ങളൊരു ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അവിടുത്തെ ഫോൺ ഏജന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് കൊടുക്കണം എന്ന് പറയും. അതൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവരുടെ വെബ് ആപ്ലിക്കേഷനിൽ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഒരു വീഡിയോ എടുത്തിട്ട് അയക്കാൻ വേണ്ടിയിട്ട് പറയും. അതൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പക്ഷേ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അതിന് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു KYC റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ സർട്ടൺ ടൈം ഫ്രെയിം പറയും. നിങ്ങൾ അതിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള KYC റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ഒന്ന് മൊബൈൽ ആപ്പ് വഴി ഓപ്പൺ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് വഴി ഓപ്പൺ ചെയ്യാൻ പറ്റും, പിന്നെ നിങ്ങൾ കൺവീനിയൻ്റ് ആയിട്ട് ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്രൈമറി ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വെച്ചാൽ ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ്, പിന്നെ ഈ പറയുന്ന പോലെ അഡ്രസ് പ്രൂഫ്, ID പ്രൂഫ്, ഈ സംഭവമൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ഏത് തരത്തിലുള്ള അക്കൗണ്ടാണ്, മിനിമം ബാലൻസ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇത് ഞാൻ വളരെ വിശദമായിട്ട് തന്നെ ഞാൻ ഈ വീഡിയോ സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇനി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നത് പ്രൈമറിലി ഒരു ലെറ്റർ എന്തായാലും കിട്ടും, ഒരു വെൽക്കം ലെറ്റർ കിട്ടും. അതിനകത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഡെബിറ്റ് കാർഡ് ആയിരിക്കും. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും, ATM ന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുകൂടാതെ ഡെബിറ്റ് കാർഡ് ഒരു വെച്ച് നിങ്ങൾക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സാധാരണ കടകളിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താ പറയുക, എപ്പോഴും ക്യാഷ് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ബാങ്കിങ്ങിന്റെ യൂസർ ID ആൻഡ് പാസ്വേഡ് അതും അവർ ബാങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ മിക്കവാറും ഓൺലൈൻ ബാങ്കിങ് ആണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് ലോഗിൻ ചെയ്തതിന് ശേഷം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് അറിയാം ആക്ച്വലി എപ്പോഴും നിങ്ങൾ സപ്പോസ് നെറ്റ് ബാങ്കിങ്ങോ നിങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ആപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കാറുള്ളതാണ്, നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ പോയിട്ട് തന്നെ ആ ബാങ്കിന്റെ വെബ്സൈറ്റിലൊക്കെ തന്നെ പോയിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ള ഉറപ്പിക്കേണ്ടതുണ്ട്. അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കോൾസ് കിട്ടുകയാണ്, നിങ്ങൾ നെറ്റ് ബാങ്കിന്റെ യൂസർ ID പാസ്വേഡ് കൊടുക്കുക. ഒരു കാരണവശാലും ഒരു ബാങ്കും തന്നെ അങ്ങനെയുള്ള ഈ ഡീറ്റെയിൽസ് ഒന്നും ഒരു ക്ലയൻസിന് എടുത്ത് ഫോൺ ചോദിക്കാറില്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഡിസ്ക്ലോസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇപ്പോൾ മൊബൈലിലേക്ക് ഒരു OTP അയച്ചതിന് ശേഷം അതിന്റെ പിന്ന് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും സ്കാംസ് ഒക്കെ നടത്തുകയാണെങ്കിൽ ഒരിക്കലും അതിന്റെ വിക്ടിംസ് ഒന്നും ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതും. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഡോക്യുമെന്റേഷൻ, എന്നിട്ട് അതിനകത്ത് അതൊക്കെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നെറ്റ് ബാങ്കിങ് കിട്ടിക്കഴിഞ്ഞാൽ നെറ്റ് ബാങ്കിങ്ങിന്റെ പാസ്വേഡ് ആദ്യം തന്നെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ പാസ്വേഡ് എന്തെങ്കിലും കാരണവശാൽ കഴിഞ്ഞാൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിനുള്ള പ്രൊസീജിയർ, അതായത് പാസ്വേഡ് മാറ്റുന്നതിന് പല ബാങ്ക്സിനും പല പ്രൊസീജിയറാണ്. യൂഷ്വലി SBT ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് തന്നെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫോം ഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുതിയ പാസ്വേഡ് നിങ്ങൾക്ക് എങ്ങനെ റീസെറ്റ് ചെയ്യണമെന്ന് പറയാം. ഒരു ഡിഫോൾട്ട് പാസ്വേഡ് എന്നതിന് ശേഷം അത് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ATMന്റെ പിന്നും നിങ്ങൾക്ക് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങളത് സേവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. എവിടെയെങ്കിലും ഓർമ്മിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. കാരണം ATM ഇപ്പോൾ വളരെ ഇൻ്റഗ്രൽ പാർട്ടാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ അത് തന്നെയാണ് നമ്മൾ ഡെബിറ്റ് കാർഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബാങ്ക്സ് ഉണ്ട് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചും നിങ്ങൾ അതിനകത്ത് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് ഞാൻ ആദ്യം ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് ആണോ, പിന്നെ മിനിമം ബാലൻസ്, പിന്നെ എത്രയാണോ നിങ്ങൾ മെയിൻ്റനൻസ് ചാർജ് കൊടുക്കേണ്ടത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതനുസരിച്ച് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് അക്കൗണ്ട് വേണം, നിങ്ങൾ സേവിങ്സ് അക്കൗണ്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുകൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, ഇമീഡിയറ്റ്ലി കാണാനും സാധിക്കും. താങ്ക് യു വെരി മച്ച്.